നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും വോട്ടിംഗിന്റെ ഭാഗമായി വിദൂര ജില്ലകളിലേക്ക് മാറ്റപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കാൻ നടപടിയുണ്ടാകുന്നില്ല. തെരഞ്ഞെടുപ്പ് ചുമതലകളുടെ പേരിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, സർക്കിൾ ഇൻസ്പെക്ടർ തുടങ്ങിയ ഉന്നത തസ്തികകൾ ഉള്ളവരെയും താഴെത്തട്ടിലുള്ള സേനാംഗങ്ങളെയും പൂർവ്വസ്ഥാനങ്ങളിൽ പുനർനിയമിക്കാനുള്ള നടപടികളാണ് പോലീസ് ആസ്ഥാനത്ത് അനിശ്ചിതമായി നീളുന്നത്. സ്ഥലമാറ്റ ഉത്തരവ് ഇറങ്ങുമെന്ന ഔദ്യോഗികമായി പ്രഖ്യാപനം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഫയലുകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ജീവിതത്തിലെ കടുത്ത അമർഷവും കുടുംബപരമായ ഒറ്റപ്പെടലും പരിഹാസത്തിൽ ചാലിച്ചു പോലീസുകാർ തന്നെ തയ്യാറാക്കിയ സങ്കടപ്പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വൻ പ്രചരണം നേടുകയാണ്. കരുണാമയനെ ഓർഡർ തരണേ, അടിയനൊരടി ഇനി വയ്യ, ഇടവം മിഥുനം കർക്കിടകം ഇങ്ങനെ, വയസ്സാകുന്നു പൊന്നേ തമ്പുരാനെയും തുടങ്ങുന്ന വരികളിലൂടെ തങ്ങളുടെ കടുത്ത ആകുലതകളാണ് പോലീസുകാർ തുറന്നു പറയുന്നത്. 3 വർഷത്തിലധികം ഒരേ കേന്ദ്രത്തിൽ ജോലി ചെയ്തെന്ന ചട്ടത്തിന്റെ പേരിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ മറവിലാണ് ആയിരക്കണക്കിന് പോലീസുകാരെ വീടുകളിൽ നിന്നും വളരെ ദൂരേക്ക് മാറ്റിയത്. സാധാരണയായി വോട്ടെടുപ്പ് കഴിഞ്ഞ് ഭരണ സംവിധാനം നിലവിൽ വന്നയുടൻ ഇത്തരം ഉദ്യോഗസ്ഥരെ പഴയ കേന്ദ്രങ്ങളിലേക്ക് തിരികെ അയക്കുന്നതാണ് കീഴ്വഴക്കം. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ആഭ്യന്തര വകുപ്പ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കുട്ടികളുടെ വിദ്യാലയ പ്രവേശനം, പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സ, മറ്റ് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊന്നും നിറവേറ്റാനാകാതെ ഉദ്യോഗസ്ഥർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. മാസങ്ങളായി വീട്ടിൽ പോയിട്ടെന്നും മക്കൾ വളർന്ന് ടീനേജ് പ്രായത്തിലായതുപോലും കാണാൻ സാധിക്കുന്നില്ലെന്നും തമാശ രൂപേണ പോലീസുകാർ പാട്ടിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. CI, DYSP തസ്തികകളിലെ ഉദ്യോഗസ്ഥരുടെ അടിയന്തര സ്ഥലമാറ്റത്തിന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുകയും 2 ദിവസത്തിനുള്ളിൽ ഉത്തരവ് പുറത്തിറങ്ങുമെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ അനിശ്ചിതത്വം ക്രമസമാധാന പാലനത്തെയും സുപ്രധാന കേസുകളുടെ അന്വേഷണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് സേനയ്ക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട്. പ്രധാന തസ്തികകളിൽ പഴയ ആളുകൾ തന്നെ താൽക്കാലികമായി തുടരുന്നത് ഭരണപരമായ അസൗകര്യങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. IPS, SP തലത്തിലുള്ള മാറ്റങ്ങൾ ആഭ്യന്തര വകുപ്പ് നേരിട്ട് തീരുമാനിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള മറ്റ് തസ്തികകളിലെ മാറ്റങ്ങൾ നിർണ്ണയിക്കേണ്ടത് പോലീസ് ആസ്ഥാനത്തു നിന്നാണ്. എന്നാൽ ഭരണതലത്തിലെ അനാവശ്യമായ സാങ്കേതിക തടസ്സങ്ങളും രാഷ്ട്രീയപരമായ ഇടപെടലുകളുമാണ് പട്ടിക വെളിച്ചം കാണാതെ വൈകാൻ പ്രധാന കാരണം. അർഹതപ്പെട്ട സ്ഥാനക്കയറ്റത്തിനും തങ്ങൾ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കുള്ള മാറ്റത്തിനുമായി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കാത്തിരിപ്പ് തുടരുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധപ്പാട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും വിട്ട് സർക്കാരിനെതിരെ വലിയ പൊതുചർച്ചകൾക്കും തെരുവ് പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പോലീസുകാരുടെ അവസ്ഥ കഷ്ടകാലം തന്നെയെന്ന് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് മാറ്റിയ ആളുകൾക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം അറിയില്ലാതെ നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, നിരവധി അഴിച്ചുപണികൾ പോലീസ് വകുപ്പിലുണ്ട് എന്നിരിക്കെ ആഭ്യന്തരമന്ത്രി ഇത് ഗൗനിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പരാതിയും ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്.